നമസ്കാരം, ഞാൻ ഡോക്ടർ മഹേഷ്. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യത്തെ പറ്റി പറഞ്ഞുതരാം. അതായത് മാസ്റ്റർബേഷൻ, അതായത് സ്വയംഭോഗം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേം അല്ലെങ്കിൽ സെമൻ അവിടെ കെട്ടിക്കിടന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ആദ്യം തന്നെ പറയാം. ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം. അപ്പോൾ അതിന് രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു സ്പിരിച്വൽ വേയിലൂടെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും പറയുന്നത് ഇത് തെറ്റാണെന്നുള്ള രീതിയിലാണ്. എന്നാൽ നമുക്കൊരു സയൻസിൻ്റെ വേയിലൂടെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഇൻ മോഡറേഷൻ, അതായത് മിതമായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ നല്ലൊരു സ്ട്രെസ് റിലീവറാണ്. അതേപോലെ തന്നെ നന്നായിട്ട് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാനും നമ്മുടെ ആ മൂഡ്സ് ഒന്ന് കറക്റ്റ് ചെയ്യാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഉള്ളത്, മാസ്റ്റർബേഷൻ കൊണ്ട് സാധാരണഗതിയിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളൊന്നും വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി ഇല്ലാന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മോശവശമുണ്ട്. ഇത് അധികമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അധികമായി കഴിഞ്ഞാൽ ഇതൊരു പരിധിവരെ റിലേഷൻഷിപ്പിനെ ബാധിക്കാം. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതൊരു അഡിക്ഷൻ എന്ന രീതിയിൽ കണക്റ്റഡ് വിത്ത് ദ പ്രോൺ അഡിക്ഷൻസ്, അത് ഈ അശ്ലീല പടങ്ങൾക്കാണ് അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഈ പോൺ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് റിലേഷൻഷിപ്പുകളെ അത് സ്വയം തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിക്കിടന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുക, സ്പേം അവിടെ കെട്ടിക്കിടന്ന് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത്. നമ്മുടെ സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ സ്പേം അല്ല. സ്പേം എന്ന് പറയുന്നതിനകത്തൊരു 5% വരത്തുള്ളൂ. ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനൽ ഫ്ലൂയിഡ് ആണ്. ഈ സെമിനൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നത് ഒന്ന് സെമിനൽ വെസിക്കിൾ, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒക്കെയാണ് ഇതിനകത്തിൽ ഈ പറയുന്ന സെമിനൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ സ്പേമിനെ നറിഷ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇൻ കേസ് ഇതിപ്പം നമുക്ക് ഒരു ഫിസിക്കൽ കോൺടാക്ട് വന്നില്ല, അല്ലെങ്കിൽ ഒരു മാസ്റ്റർബേഷൻ ചെയ്തില്ല എന്ന് വരിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി റീഅബ്സോർബ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഉണ്ടാക്കുന്ന ശരീരത്തിന് തന്നെ ഇതിനെ മാനേജ് ചെയ്യാനും കൃത്യമായിട്ട് അറിയാം. അതിനിപ്പോൾ മാസ്റ്റർബേഷൻ വേണമെന്നോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോൺടാക്ട് വേണമെന്നോ ഒന്നും തന്നെ ഇല്ല. കെട്ടിക്കിടന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാനില്ല.